ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമും വേദയും കൂടി മുഖാമുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് കൊച്ചു വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണേ. പിന്നെ അവരകത്തേക്ക് വരികയാണ്. അപ്പോൾ നന്ദിനിയൊക്കെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അകത്ത് വരുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ വന്നോ, അതെ ഞങ്ങൾ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ബസ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിക്രം പറയും, ബസ്സോ എന്ന് ചോദിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോൾ വരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ വിഷയം പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ അവിടെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം എന്തിനാണ് നിൽക്കുന്നത്, നമുക്ക് അന്ന് തന്നെ തൊഴുത് പോകുന്നൂടെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഇതങ്ങനെ ധൃതി പിടിച്ച് പോയി തൊഴുത് പ്രാർത്ഥിച്ച് പോരേണ്ട കാര്യമല്ല, ചില കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയും കൂടിയാണ്, എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് വേണം പോകാനായിട്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രമിനൊരു ഫോൺ വന്നിട്ട് വിക്രം അങ്ങനെ ആ ഒരു ഫോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ യാത്രയെക്കുറിച്ച് തന്നെയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പോകേണ്ട കാര്യങ്ങളും മറ്റുള്ളതൊക്കെ റെഡി ആക്കിക്കോ, എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇന്ന് തന്നെ, ഇനി നാളെ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണ്ട, മാത്രമല്ല ഈ പോയി വരുന്നതോട് കൂടിയിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിൽ ഒരേ മനസ്സോടു കൂടി തന്നെ വേണം പോകാനായിട്ട്. കേട്ടില്ലേ നന്ദിനി ചോദിക്കുമ്പോൾ, അച്ഛാ ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെയാണെന്ന് പറയട്ടോ. അല്ല, ഇനി തിരിച്ചു വരുമ്പോഴേ സ്വഭാവം മാറിയതെന്ന് പറഞ്ഞതാ. അല്ല, ചില തെറ്റുകളൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് അപ്പം തന്നെ ശ്രീജേടത്തിയോടും അമ്മയോടൊക്കെ മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പം വിശ്വം പറയും, ഇനിയിപ്പോൾ മാപ്പ് പറയേണ്ട ഒന്നും കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. നന്ദിനാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് അഭിനയിക്കാനായിട്ട് വേദന മനസ്സിൽ പറയട്ടോ, അഭിനയം ഓവറാക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് പറയട്ടോ മനസ്സിൽ. അപ്പോൾ വേദ പറയും, നോക്കണ്ടേ ചൂടല ഭദ്രകാളി, ഈ യാത്ര പോയി കഴിഞ്ഞ് വരുമ്പോഴേ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മാഷ് പറയുന്നുണ്ട്, അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോട്ടോ, ഇനി നാളേക്ക് നിൽക്കണ്ട, ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആവും, ഇന്ന് തന്നെ എല്ലാവരും റെഡി ആയിട്ട് നാളത്തെ യാത്രയ്ക്ക് റെഡി ആയിട്ട് ഇരുന്നോളാനൊക്കെ മാഷ് പറയുകയാണ്. എന്നിട്ട് മാഷ് കമലാമ്മനെ വിളിച്ച് പോകും. അന്നേരം വേദച്ചെറിയമ്മനെ കളിക്കാൻ വിളിക്കുകയാണ്. വേദച്ചെറിയമ്മ കുളിച്ചിട്ട് വാന്ന് പറയും. അപ്പോൾ വേദനോട് നന്ദിനി പറയും, വേദ പോയിട്ട് കുളിച്ചിട്ട് വായോ, ഞാനൊരു ചായ എടുത്ത് വയ്ക്കാം. അപ്പോൾ ചെറിയമ്മ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കളി കളിക്കാം, അപ്പോൾ എന്നെ വിളിക്കുന്നില്ലേ കളിക്കാൻ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ചെറിയമ്മ വരാറില്ലല്ലോ, എന്നാലേ ഇനി ഞാൻ വരാട്ടാന്ന് പറയുകയാണേ. അന്നേരം വേദ ശ്രീജനോട് ചോദിക്കും, എന്ത് പറ്റി, നല്ല മാറ്റം ഉണ്ടല്ലോ. 2 ദിവസമായി തുടങ്ങിയിട്ട്, എന്തെങ്കിലും പുതിയ പ്രശ്നം ഒപ്പിക്കാനായിരിക്കും. നോക്കാം എന്ന് രണ്ടുപേരും ഇങ്ങനെ പറയുകയാണേ. ഈ സമയത്ത് വേദമൊക്കെ പോയി കഴിയുമ്പോൾ നന്ദിനി പാട്ടുമൊക്കെ പാടുന്നുണ്ട് കേട്ടോ. വെള്ളാരം പൂമല മേലെ എന്നൊക്കെ ഉള്ള പാട്ട് ഇങ്ങനെ പാടുന്നിട്ട് വിശ്വനും ശ്രീജയും കൊച്ചുമിനെ നന്ദിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വേദ കുളിച്ച് വന്നതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്താണ് അത്തള പിത്തള എന്നുള്ള ഒരു കളിയൊക്കെ നന്ദിനിയും കൊച്ചും കൂടെ കളിക്കണേ. അപ്പോൾ വേദ അവിടേക്ക് വരികയാണ് കേട്ടോ. വേദയും കൂടി ഉണ്ടായി കളിക്കുന്നു നോക്കിട്ടോ. വേദ ചെറിയമ്മ വായു, നല്ല കളിയാണിത് എന്ന് പറയും. അന്നേരം വേദ പറയുന്നുണ്ട്, വേണ്ട മോളെ, നന്ദിനി ചെറിയമ്മരെ എത്ര കളിക്കാനും കളിപ്പിക്കാനും ഒന്നും ഉള്ള കഴിവ് വേദ ചെറിയമ്മയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകട്ടോ. അയ്യോ വേദേ ഒന്നവിടെ നിന്നേ പറഞ്ഞിട്ട്, അതെ വേദ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, ശരിയാണ്, അതിൽ ഞാൻ സമ്മതിച്ചു തരുന്നു ആ സംഭവമൊക്കെ എന്ന് പറയാൻ കേട്ടോ. ആണോ, അതെ, എനിക്ക് പ്രത്യേകിച്ച് വേദനയോട് ദേഷ്യമൊന്നുമില്ല, ഞാനങ്ങനെ വഴക്ക് കൂടാറൊന്നുമില്ലല്ലോ, ഇനി അഥവാ അങ്ങനെ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാം കേട്ടോ. അയ്യോ, അതിന് നന്ദിൻ്റെ അടുത്ത് വഴക്ക് കൂടാറൊന്നുമില്ലല്ലോ. ഇല്ലേ? ഇല്ല, ചെറിയൊരു രേഷനൊക്കെ എനിക്കുണ്ടെന്ന് വിനയേട്ടൻ പറയാറുണ്ട്, അതൊക്കെ ശരി തന്നെ. അത് വഴക്കൊന്നൊന്നും പറയാൻ പറ്റില്ല, ഇത്തിരി കുശുമ്പ്, ഇത്തിരി കുന്നായ്മ, ഇത്തിരി തല്ലുവിളിത്തരം, ഇത്തിരി കുരുട്ട് ബുദ്ധി, അത്രയൊക്കെ ഉള്ളൂ നന്ദിനിയുടെ അടുത്തേക്ക് എന്ന് പറയട്ടോ. അതെ, അതൊക്കെ എനിക്ക് അപകർഷത കൊണ്ടാണ്. അപകർഷത? വേദയെപ്പോലെ ഒരു സുന്ദരി ഇവിടെ വന്നല്ലോ, അപ്പോൾ വേദന അത്ര സൗന്ദര്യം എനിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അപകർഷത തോന്നുന്നതാ. പക്ഷെ ശ്രീജേടത്തിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അപകർഷത തോന്നുന്നില്ല എന്ന് പറയട്ടോ. ഇത് സത്യമാണോ? അതെ, വേദയ്ക്ക് സൗന്ദര്യം മാത്രമല്ല കേട്ടോ, ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും ആൾക്കാരെ എങ്ങനെ കയ്യിലെടുക്കണം എന്നൊക്കെ അറിയാം. ഇപ്പോൾ തന്നെ വിനയേട്ടൻ വേദ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്, അതിൻ്റെ ഗുട്ടൻസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. പറയണോ? അത് ഈ സൗന്ദര്യമുള്ളവരെ കണ്ടാലേ, സൗന്ദര്യമുള്ളവർ എന്ത് പറഞ്ഞാലും ചില ആൾക്കാരെ അനുസരിക്കും, അതാ എന്ന് പറയട്ടോ. അയ്യടാ, ഒരു സൗന്ദര്യം എന്ന് നന്ദിനി പറയാൻ കേട്ടോ, വലിയ സൗന്ദര്യമൊന്നുമില്ല, ഒരു മുഖത്തിൻ്റെ ഷേപ്പ് കണ്ടാലും മതി, ചിരിക്കുമ്പോഴാണ് നിനക്ക് കക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പല്ലും ഒരു തൊള്ളയും, അയ്യേ ഇതിന് സൗന്ദര്യം എന്നൊക്കെ പറയുമോ, ഞാൻ വെറുതെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതാ, ഞാൻ കൊച്ചിനായിട്ട് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുകയെ. അതിനുശേഷം പിന്നീട് ദീപ്തിനെയാണ് കാണിക്കുന്നത്. ദീപ്തി സിനിമ കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടേക്ക് വർഷ വരികയാണ്. വർഷ എന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ദീപ്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വേദ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അതെ എനിക്കറിയാം, വേദേച്ചിയും വിക്രം ചേട്ടനും അമ്മേനെ കാണാൻ വന്നതും
വിക്രം ചേട്ടൻ അമ്മരെ മുന്നിൽ സത്യം ചെയ്തതൊക്കെ. അതെ, ഈ ശ്രീയേട്ടന് എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയും പൊട്ടത്തരങ്ങളൊക്കെ? എന്ത് പൊട്ടത്തരങ്ങൾ? അല്ല, അച്ഛനെയും അമ്മനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയല്ലോ വിക്രം ചേട്ടനാണ് ഞാനും വരണും കൂടെ അടുക്കാനുള്ള കാരണം. അങ്ങനെ ഞങ്ങളെ വെച്ചിങ്ങായിട്ട് കരുവാക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അത് പിന്നെ പറയട്ടോ. അതൊക്കെ ശ്രീയേട്ടൻ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് അറിയട്ടോ. അപ്പോൾ പറഞ്ഞു ദീപ്തി പറയാണ്, വേദേച്ചി എന്നെ കാണാൻ വന്നിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ കുറച്ച് മോശമായിട്ടൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വേദേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കുറേ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ വേദേച്ചി പോയ കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുറേ സമയം ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ വർഷ പറയും എന്ത് എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, ഞാനും വരുണുമായിട്ടുള്ള ബന്ധം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ തൽക്കാലം ഞങ്ങൾ ഫ്രണ്ട്സായി തുടരണം തന്നെ തീരുമാനിച്ചു എന്ന് പറയാം കേട്ടോ. സത്യമാണോ? അതെ, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ കുറച്ച് കാലം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴെങ്കിലും ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. പക്ഷേ ഞാൻ വരുണനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ. പക്ഷേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രണയമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ. പറയുന്നതൊക്കെ സത്യമാണോ എന്ന് വർഷ ചോദിക്കുകയാണ് കേട്ടോ. ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. വേദേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഞാനൊന്ന് ആഴത്തിൽ ചിന്തിച്ചത്. അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തായാലും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറി ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ വർഷേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നന്നായിട്ട് ഇതേപോലെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വരുണുമായിട്ട് ഇങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് ഞാൻ ചെന്നുപെടില്ലായിരുന്നു എന്ന് പറയട്ടോ. വർഷയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ. എന്തായാലും അച്ഛനമ്മനോട് സംസാരിക്കുന്ന പോലെയല്ലോ ഇപ്പോൾ വേദേച്ചിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് വർഷത്തിനോട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ വർഷയ്ക്ക് വലിയ സന്തോഷമാവാണേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടിയിട്ട് മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനി എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്ന് പറയാനുണ്ട്. ഇതിപ്പോൾ നീ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ വേദയും വിക്രം തമ്മിൽ അടർത്തി മാറ്റാൻ പറ്റാത്തൊരു ബന്ധം ഉണ്ടായി മാറുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവർ തമ്മിൽ വലിയ ഒരാഴത്തിലുള്ള ബന്ധം ഉണ്ടാവുകയും അവർക്കൊരു കൊച്ചുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമാവും. ഇനിയിപ്പോൾ എല്ലാ സ്വത്തുക്കളും നിൻ്റെ അച്ഛൻ അവൾക്ക് എഴുതി കൊടുത്തൊന്നും വരാം. മാത്രമല്ല ഒരു കുഞ്ഞും കൂടി അവർക്ക് ജനിക്കുന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾ മാറി റിട്ടയർമെൻറ്റ് ചെയ്തിരിക്കുന്ന നിൻ്റെ അച്ഛന് നേരം പോക്കിന് ഒരു കാര്യമാവും. വിക്രമിൻ്റെ വേദന കുഞ്ഞിനെ കൂടിയിട്ട് ലാളിക്കാനും സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മയുടെ മനസ്സ് മാറും. നിൻ്റെ അമ്മയുടെ ഓഹരിയും ചിലപ്പോൾ വിക്രത്തിനും വേദയ്ക്കും എഴുതി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേദയായിരിക്കും ഓഫീസുകളും മറ്റുള്ളതൊക്കെ ഭരിക്കുന്നത്. വിക്രമും അവിടെ കയറി നിരങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് എൻ്റെ കണക്കൂട്ടലനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയാണ്. അത്രയും വരെ ഒന്നും എത്തിക്കാൻ ഞാൻ സമ്മതിക്കൂല അച്ഛാന്ന് പറയാണ് ശ്രീകാന്ത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? നീക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അതിന് മുമ്പ് തന്നെ അവൻ ഇല്ലാതാക്കും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവനെ ഞാൻ പറഞ്ഞയക്കുന്നു പറയുമ്പോൾ മണ്ടത്തരം പറയാതെടാ, ഇതാണ് പറഞ്ഞത് നിനക്ക് ബുദ്ധിയില്ലാന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. പറ്റും. അതെ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. വേദ കാരണം ആ കുടുംബത്തിന് തീരാ നഷ്ടം ഉണ്ടാവണം, അതാണ് വേണ്ടത് എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്ത് നഷ്ടം? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവരൊരു തീർത്ഥാടനത്തിൽ പോകാനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് പറയും കേട്ടോ ശ്രീകാന്ത്. അത് തന്നെയാണ് പറ്റിയ അവസരം. വേദന ആ വീട്ടുകാരെല്ലാവരും വെറുക്കണം, വേദ തിരികെ വരണം. നീ പറഞ്ഞ പോലെ വിക്രത്തിനെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊന്നും കാര്യമില്ല. വിക്രമിൻ്റെ വിധവയായി കാലാകാലങ്ങളോളം അവൾ അവരെ അച്ഛൻ്റെ അമ്മരെ കൂടെ ജീവിക്കും. പകരം ആ കുടുംബത്തിന് വേദ കാരണം തീരാ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേദന വെറുക്കും, വിക്രമടക്കം. വിക്രമെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ വേദയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വേദ തിരികെ വീട്ടിലേക്ക് വരും. ആ സമയത്താണ് നമ്മൾ ദർശനമായിട്ടുള്ള വിവാഹം നടത്തേണ്ടതെന്ന് പറയും കേട്ടോ. അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല അച്ഛാ എന്ന് ശ്രീകാന്തും പറയും കേട്ടോ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അവർ തമ്മിൽ. പിന്നെ കാണിക്കുന്ന ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വർഷ പറയും, വാ അമ്മയുടെ റൂമിലേക്ക് വാ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത്. എന്ത് കാര്യങ്ങൾ? നീ ശ്രീയേട്ടൻ വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുകയാണേ. അങ്ങനെ വേദയും വിക്രം വന്ന കാര്യമൊക്കെ പറയാൻ കേട്ടോ. വിക്രം സത്യം ചെയ്തു. ശ്രീയേട്ടൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോയത് വിക്രമിൻ്റെ എതിരെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വർഷ. അന്നേരം പത്മ പറയുന്നുണ്ട്, വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യൂല. മലയ്ക്ക് പോകാൻ മാലിട്ട് ഒരാൾ ആ മാലയിൽ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ നമ്മളത് വിശ്വസിക്കാണ്ട് വേറെ എന്ത് ചെയ്യും? അവൻ്റെ ഒക്കെ സത്യത്തിന് എന്ത് വിലയാണ് അമ്മയുള്ളത് എന്ന് പറയും കേട്ടോ. അതിനുശേഷം പറയും, എന്ത് മാറ്റമാണ് ഇപ്പോൾ ദീപ്തിക്ക് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ദീപ്തിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് വർഷ പറയുന്നുണ്ടേ. അന്നേരം പറയുന്നുണ്ട്, അവളീ വരുണുമായിട്ട് ഇപ്പോൾ പ്രണയമൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ്ട്, ഫ്രണ്ട്സ് മാത്രമേ ആയിരിക്കുന്നുള്ളൂ. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കണം എന്ന് തോന്നിയാൽ മാത്രമേ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുള്ളൂ.
തൽക്കാലം അത് ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ കാര്യം മനസ്സിലാവേണ്ടത്. ശ്രീകാന്ത് പറയും ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷേ ഞാൻ വിശ്വസിക്കൂല. തൽക്കാലം അവരെ പ്രണയത്തിന് നമ്മൾ യാതൊരു നടപടി എടുക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല, അവർ പ്രണയിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് എപ്പോഴും വിവാഹം കഴിക്കണം തോന്നുന്നു, അന്നേരം അവർ വിവാഹം കഴിക്കും. അതാണ് അവരുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ വർഷ അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പത്മത്തിന് ചെറിയ സംശയം തോന്നാണ് കേട്ടോ. അങ്ങനെയല്ലാണ്ട് പിന്നെ വേറെ എങ്ങനെയാണ്? അവർക്ക് പ്രണയിച്ചുകൊണ്ടിരിക്കണം, അതിന് നമ്മൾ തടസ്സം ഉണ്ടാക്കരുത്. അതിനാണ് അവരിപ്പോൾ ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദീപ്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും വിക്രമും വേദയുടെ അടവ് തന്നെയാണ്. അവർ 4 പേരും കൂടെ ഒത്തൊരുമിച്ച് തീരുമാനിച്ചെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. നമ്മളിതിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് അവർ തമ്മിൽ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും, വിവാഹം കഴിക്കുകയും ചെയ്യും. തൽക്കാലം ഇതിൽ നിന്ന് ദീപ്തിനെ പിന്തിരിപ്പിക്കാൻ ഒരേ വഴിയുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അത് എന്ത് വഴിയെന്ന് പത്മൻ ചോദിക്കുമ്പോൾ അവളെ തൽക്കാലം ഇവിടെ നിന്ന് എവിടേക്ക് മാറ്റണം. എവിടേക്ക്? ഒന്നുകിൽ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ദൂരെ എവിടേക്കെങ്കിലും മാറ്റണം എന്ന് പറയാൻ കേട്ടോ. അത് ദൂരെ എവിടേക്ക് മാറ്റിയാൽ ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് തമ്മിൽ കാണാൻ വഴിയുണ്ടല്ലോ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്ന കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്.